സിന്ദൂരരേഖ ഭാഗം 31. മുറിക്കകത്തേക്ക് കയറി വാതിലടച്ച് കുറച്ചുനേരം അമ്മാളു അതിനകത്ത് തന്നെ നിന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവൻ്റെ അനക്കമൊന്നുമില്ല എന്ന് കണ്ടതും വാതിൽ പതിയെ തുറന്ന് അവൾ പുറത്തേക്കൊന്ന് ഇടം കണ്ടിട്ട് നോക്കി. അവൻ അവിടെങ്ങും ഇല്ലെന്ന് കണ്ടതും പുറത്തേക്കിറങ്ങി. ഡൈനിങ് ടേബിളിൽ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കഴിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. എന്തായാലും അവൻ പറഞ്ഞതല്ലേ കഴിക്കാമെന്ന് കരുതി അവൾ ഡൈനിങ് ടേബിളിലേക്ക് പോയിരുന്നു. അവനെ പേടിയായിട്ടൊന്നുമല്ല, ഇനിയിപ്പോൾ ശരിക്കും അവൻ വല്ലയിടത്തും കൊണ്ടുപോയി കളയുമോ എന്നൊരു ഭയമുണ്ട്. അവൻ്റെ സ്വഭാവം എപ്പോൾ എങ്ങനെ മാറുമെന്നറിയില്ലല്ലോ, അതുകൊണ്ട് ചെറിയൊരു ഉൾഭയം, അത്ര തന്നെ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ട്. എങ്കിലും വെറുതെ അങ്ങോട്ട് പോയി പണി വാങ്ങണ്ടല്ലോ എന്ന് കരുതി അമ്മാളു അവിടെ തന്നെ ഇരുന്നു. പോയി റെഡിയായി വാ, പോലീസ് സ്റ്റേഷനിൽ പോകണം. ഹാളിൽ ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന അമ്മാളുവിൻ്റെ അടുത്തേക്ക് മനു വന്ന് പറഞ്ഞതും അവൾ ഞെട്ടലോടെയാണ് അവനെ നോക്കിയത്. എന്തിന്? ഇല്ലാത്ത എക്സ്പ്രഷൻ മുഴുവൻ വലിച്ചുവാരി മുഖത്ത് വെച്ചുകൊണ്ട് ആകെ ഞെട്ടുന്ന രീതിയിലാണ് അമ്മാളു അവനോടത് ചോദിച്ചത്. ഒരു റോബറി നടന്നിട്ടുണ്ട്. രാവിലെ ഇവിടെ പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ ഇന്നലെ വരുമ്പോൾ നീ ഇവിടെ ബോധമില്ലാതെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് ബോധം വരുമ്പോൾ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞെട്ടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മാളു നല്ല രീതിയിൽ ഞെട്ടിക്കൊണ്ടാണ് അവനെ നോക്കിയത്. ഞാനില്ല. എന്ത്? ഞാൻ വരുന്നില്ല. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കിടക്കാനൊന്നും പറ്റില്ല. അവൾ പറയുന്നത് കേട്ടതും മനു അവളെ കണ്ണും മിഴിച്ച് നോക്കി. നീ എന്തൊക്കെയായി പറയുന്നത്? മനുവേട്ടനല്ലേ പറഞ്ഞത് ബോധം വരുമ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കാൻ പോവാണെന്ന്? അതിന് നിനക്ക് ബോധം വന്നോ? അങ്ങനെയൊരു സാധനം ഇല്ലാത്ത ആൾക്ക് ബോധം വരാനും പോകാനും ഒന്നും ഇല്ലെന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. മനു സ്വയം തല കടിച്ചു. അമ്മാളു അപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമായിരുന്നു. പോയി റെഡിയായി വരാൻ നോക്ക്. അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും വീണ്ടും മനു അവളോട് പറഞ്ഞു. ഇന്നും മുഴുവൻ ഇനി പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കേണ്ടി വരുമോ? എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ എന്തിനു നടക്കുവാണ്? അവൻ അറിയില്ലെന്ന് പറഞ്ഞതും പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ അമ്മാളു പറഞ്ഞു പോയതാണ്. പക്ഷേ തൻ്റെ നോട്ടം കണ്ടതും അമ്മാളും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ നാക്ക് കടിച്ചു. അതല്ല മനുവേട്ടാ. വേണ്ട, പോയി ഡ്രസ്സ് മാറി വരാൻ നോക്ക്. അങ്ങനെ പറഞ്ഞതും ഇനി അവനോട് തർക്കിച്ചു നിൽക്കുന്നത് തൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കി അമ്മാളു നേരെ ഡ്രസ്സ് മാറാനായി കയറി. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും അധികം താമസിക്കാൻ നിൽക്കാതെ രണ്ടുപേരും ചേർന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ ഹൃദയം പടപടാ മിടിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. എന്തിനെന്നറിയാതെ അവൾ വെപ്രാളത്തോടെ അവിടെ ആകെ ചുറ്റും നോക്കുകയായിരുന്നു. വാ എന്ന് പറഞ്ഞ് മനു വിളിച്ചിട്ടും അവൾ അവിടെ തന്നെ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ പരിസരം മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അവളുടെ മുഖത്തു നിന്ന് തന്നെ അവളുടെ ഉള്ളിലുള്ള പേടിയും വെപ്രാളവും അവന് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഇവളുടെ മുഖഭാവം കണ്ടാൽ തോന്നുന്നു ഇവളാണെന്നല്ലേ ആ റോബറി നടത്തിയെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി മനു ചിന്തിച്ചു. സംസ്കൃതി. മനു അല്പം ഉറക്കെ വിളിച്ചതും ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വാ എന്ന് പറഞ്ഞ് അവൻ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചതും അവൾ അനുസരണയുള്ള കുട്ടികളെപ്പോലെ അവൻ്റെ പിന്നാലെ സ്റ്റേഷനകത്തേക്ക് നടന്നു. അവിടെ എത്തി അവിടെയുള്ള പോലീസുകാരോട് ചോദിച്ചപ്പോൾ ഓഫീസറിനെ കാണാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണോ തൻ്റെ വൈഫ്? അവിടെ വർക്ക് ചെയ്യുന്ന ആ മലയാളി പോലീസുകാരൻ മനുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതും മനു അതേന്ന് ചെയ്യുന്ന രീതിയിൽ തലയാട്ടി. വൈഫിൻ്റെ ID? അയാൾ ചോദിച്ചതും മനു പറഞ്ഞതിനനുസരിച്ച് അവൾ കയ്യിൽ കരുതിയിരുന്ന ID കാർഡ് എടുത്ത് അയാൾക്ക് നേരെ കൊടുത്തു. സംസ്കൃതി രാമദാസ് അല്ലേ? അവൾ അതിന് അതേ എന്ന രീതിയിൽ തലയാട്ടി. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതും അയാൾ വന്ന് സാറിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇരുവരോടും അകത്തേക്ക് കയറാൻ പറഞ്ഞു. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ സാർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളും അവൾ കൃത്യമായിട്ട് തന്നെ ഉള്ളതുപോലെ അയാളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെയായിട്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം സമയം അവിടെ ചിലവഴിക്കാൻ നിൽക്കാതെ അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. തിരികെ വീട്ടിലേക്ക് പോകുന്നത് വഴി മനു ഫ്ലാറ്റിലേക്ക് പോകാതെ നേരെ വേറെ എങ്ങോട്ടോ വണ്ടി ഓടിച്ച് പോകുന്നത് കണ്ടതും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എങ്കിലും ഇനി അത് ചോദിച്ച് അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ എന്ന് കരുതി അമ്മാളു മൗനം പാലിച്ചു. അവിടുന്ന് നേരെ ഒരു വലിയ മാളിലേക്കാണ് വന്നത്. അവിടെ നിർത്തി കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം മനു ഇറങ്ങി നടന്നതും അമ്മാളുവും അവന് പിന്നിലായി നടന്നു. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പോരാതെ അവൻ ആവശ്യമുള്ള എന്തൊക്കെയോ സാധനങ്ങളും അവൻ വാങ്ങുന്നുണ്ടായിരുന്നു. വെറുതെ അതും നോക്കി അമ്മാളും അങ്ങനെ നിന്നു. അവിടെ അങ്ങനെ വെറുതെ കുറച്ച് നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ തന്നെ അമ്മാളും ഹാപ്പിയായി. പോരാത്തതിന് കുറേ ചോക്ലേറ്റൊക്കെ അവൻ കാണാതെ അവൾ വാങ്ങി കയ്യിൽ വെച്ചു. അത് കഴിച്ചു നടക്കുന്നത് കൊണ്ട് അവൻ പോകുന്നതിൻ്റെ പിന്നാലെ അവളും നടന്നു.
ചുമ്മാ അങ്ങനെ ചോക്ലേറ്റിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നിനക്ക് ഡ്രസ്സ് എന്തെങ്കിലും വേണോ? പെട്ടെന്നാണ് തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ ചോദ്യം. പെട്ടെന്ന് അവൻ അങ്ങനെ തിരിഞ്ഞപ്പോൾ തന്നെ കയ്യിലിരുന്നിരുന്ന മെൽറ്റായ ഗാലക്സി ചോക്ലേറ്റ് മുഴുവൻ അവൾ അങ്ങനെ തന്നെ വായിലേക്ക് കുത്തിക്കയറ്റി. പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും അവൻ ചോദിച്ചതിന് ഒന്നും പറയാനും പറ്റുന്നില്ല. ഇനി എങ്ങാനും മിണ്ടിയാൽ മിഠായി മുഴുവൻ വായിന്ന് പുറത്തേക്ക് പോരുകയും ചെയ്യും. അവനാണെങ്കിൽ അവൾ പറയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവളെ തന്നെ നോക്കി നിൽക്കുകയുമാണ്. നിന്നോടാ ചോദിച്ചത്, ഡ്രസ്സ് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോ? ഇല്ലെന്ന രീതിയിൽ അവൾ തലയനക്കി. വായിക്ക് എന്ത് പറ്റിയാവോ? കുറച്ച് സമയമെങ്കിലും അതിനൊന്ന് റെസ്റ്റ് കിട്ടട്ടെ എന്ന് കരുതി മനു മനസ്സിലാലോചിച്ചുകൊണ്ട് പിന്നെ ഒന്നും ചോദിക്കാതെ അവൻ മുന്നിലേക്ക് നടന്നു. പിന്നിൽ നടക്കുന്ന അമ്മാളു അപ്പോഴും വായിൽ കുത്തിക്കയറ്റിയ ചോക്ലേറ്റ് ഇറക്കാൻ പാടുപെടുകയായിരുന്നു. മനുവേട്ടാ, കുറച്ചു നേരം കഴിഞ്ഞതും ഒരു കണക്കിന് ആ ചോക്ലേറ്റ് മുഴുവൻ അങ്ങനെ തന്നെ വിഴുങ്ങിക്കൊണ്ട് അവൾ അവനെ വിളിച്ചു. അവൾ വിളിച്ചതും ആ വിളിക്ക് മറുപടി കൊടുത്തില്ലെങ്കിലും മനു എന്താണെന്ന രീതിയിൽ അവളെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്തത്. അത് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നടക്കുന്നതിൻ്റെ ഇടയിലാണ് അവളത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ മനു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി. ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൗരവത്തിൽ അവൻ ചോദിച്ചതും ചുമല് കൂച്ചിക്കൊണ്ട് അവൾ ഇല്ലെന്ന് കാണിച്ചു. എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് കുറച്ചു മുൻപ് മലയാളത്തിൽ തന്നെയാണോ ഞാൻ നിന്നോട് ചോദിച്ചത്? അത് അന്നേരം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. തനിക്ക് വാങ്ങിത്തരാൻ പറ്റുമെങ്കിൽ വാങ്ങിത്താ. ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നത്തിന് തുടക്കം കുറിക്കണ്ടെന്ന് കരുതിയത് കൊണ്ടും മനു പിന്നെ ഒന്നും പറയാതെ അവളുമായി അവൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ കടയിലേക്ക് പോയി. എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമാണ് രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് എത്തിയത്. അതിനിടയിൽ അമ്മ വിളിച്ചപ്പോൾ അമ്മയോട് ഷോപ്പിങ്ങിലാണെന്ന് പറഞ്ഞപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ വിളിക്കാനും പറഞ്ഞിരുന്നു. അമ്മയെ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അവൾ ആദ്യം തന്നെ വിളിച്ചത് അമ്മയെയാണ്. ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അമ്മയ്ക്കും സംസാരിക്കാനും സംസാരിച്ചിരിക്കാനും ആരും ഇല്ലാത്തത് കൊണ്ട് അവളോട് അമ്മ കുറേ നേരം സംസാരിച്ചു. ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊന്നും അമ്മയോട് അവൻ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായതും അവളും അത് പറയാൻ നിന്നില്ല. പനിയായിരുന്നു എന്ന് തന്നെയാണ് അവളും അമ്മയോട് പറഞ്ഞത്. കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞ് വിളക്കി വെക്കാൻ സമയമായപ്പോഴാണ് രണ്ടുപേരും ഫോൺ കോൾ അവസാനിപ്പിച്ചത്. രാത്രി മനു ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്ന തിരക്കിനിടയിലാണ് ഉണ്ണി വിളിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ഓരോ തിരക്കുകൾ കാരണം അവനോട് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവനും ആകെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇന്നെന്തായാലും അവനോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി മനു ഫോണുമായിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. എടാ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ് മനു ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഉണ്ണിയോട് പറഞ്ഞത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണി കുറച്ച് സമയം മൗനമായിട്ടിരിക്കുകയാണ് ചെയ്തത്. അവൻ്റെ ആ മൗനം കേട്ടപ്പോൾ തന്നെ അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് എന്ന് മനുവിന് മനസ്സിലായിരുന്നു. ഇത്രയ്ക്കും കെയർലെസ് ആവരുതേട്ടാ. എടാ, ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം അല്ല. ഞാൻ ജോലിയുടെ തിരക്കിനിടയിൽ ശരിക്കു പറഞ്ഞാൽ അവളുടെ കാര്യം മറന്നുപോയി. ഞാൻ ഇത്രയും നാളും ഇങ്ങനെ ദൂരത്തേക്കൊക്കെ വരുമ്പോൾ ആരും കൂടെ ഉണ്ടാവാറില്ലല്ലോ, എപ്പോഴും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ആ ഒരു ചിന്തയിൽ തന്നെയായിരുന്നു ഇപ്പോഴും. ശരി, അത് ഞാൻ സമ്മതിക്കാം. എങ്കിലും ഇന്നലെ രാത്രി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു ഏട്ടാ? ഉണ്ണി തിരികെ ചോദിച്ചതും മനു ഉത്തരമില്ലാത്തതുപോലെ ആയിപ്പോയി. ശരിയാണ്, അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് താൻ ഇതുവരെ ചിന്തിച്ചില്ല. ഒരുപക്ഷെ അങ്ങനെയൊരു അപകടത്തിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവൻ്റെ ഹൃദയം ആ ചോദ്യം തന്നെ അവനോട് സ്വയം ചോദിച്ചു പോയി. എന്താ, ഉത്തരവില്ല ഏട്ടന്? ഉണ്ണി വീണ്ടും ചോദിച്ചപ്പോഴും മനു മൗനം പാലിക്കുകയാണ് ചെയ്തത്. അവൻ ചോദിച്ചതുപോലെ തന്നെ ആ ചോദ്യത്തിന് അവൻ്റെ കയ്യിൽ ഉത്തരവില്ലായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.